ഹരേ കൃഷ്ണ. ഓം ഹരി ഓം തസ്സത്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തസ്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്. ജയ ജയ ഗുരുദേവ്. ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവ്രജാചാര്യ സ്തോത്ര ശരണ്യ സഭയാരചരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री पंचतत्व की जय. നിത്യായ ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് സുകീർത്തി പ്രഭുവിൻ്റെ ക്ലാസ്സാണ്. അപ്പം പകരം എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ശിക്ഷാഗുരുക്കന്മാരുടെ പാതാരവിന്ദം, അതേപോലെ എൻ്റെ ദീക്ഷാഗുരുവിൻ്റെയും പാദങ്ങളിൽ വന്ദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ. ശ്രീ ചൈതന്യ ചരിതാമൃതം അധ്യായം 7 ശ്ലോകം 24. ശ്രീ ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങൾ. നാമവിനു കലികാലേ നാഹിയാരധർമ്മ സർവമന്ത്ര സാരനാമായ ശാസ്ത്രമർമ്മ. നാമവിനു കലികാലേ നാഹിയാരധർമ്മ
സർവമന്ത്ര സാരാനാമ ഏ ശാസ്ത്രമർമ്മ. ഈ കലിയുഗത്തിൽ സർവവേദ സാരമായ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു മതാനുഷ്ഠാനവുമില്ല. ഇതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അതായത് കൃഷ്ണന്റെ തിരുനാമം ജപിക്കുക വഴി ഒരുവൻ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക വഴി തീർച്ചയായും ഒരുവന് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾ ദർശിക്കുവാൻ പറ്റും. കൃഷ്ണ മന്ത്ര ഹൈതേ ഹബേ സംസാരമോചന, കൃഷ്ണനാമ ഹൈതേ പാപേ കൃഷ്ണേര ചരണ. സോറി. അപ്പൊ അതാണ്. അപ്പൊ കലിയുഗത്തില് നമ്മുടെ കലിയുഗ ധർമ്മമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു മായാവാദി തത്വ ചിന്തകന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ അതാണ് സന്ദർഭം. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കുന്ന, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വേദ പഠന ക്ലാസ്സിലൊന്നും വരാതെ നിങ്ങൾ ഈ ഹരേ കൃഷ്ണ മന്ത്രവും ജപിച്ച് ഡാൻസും ചെയ്ത് തെരുവേദികളിൽ കൂടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഭഗവാൻ അവതരിപ്പിക്കുകയാണ്. ഓരോ ശ്ലോകങ്ങളോട് വളരെ വളരെ എന്താ പറയാ, ഇത്രയും അർത്ഥവത്തായിട്ടുള്ള, അതായത് ഹരിനാമത്തിന്റെ ആ മഹിമ, അതിന്റെ അതിർത്തി, അതായത് അത്രയും സീമ വരെ പോയിട്ടാണ് ഭഗവാൻ, എക്സ്ട്രീമിൽ പോയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ വേദാന്തം എന്ന് നമ്മൾ പറയത്തില്ലേ, വേദങ്ങളുടെ അന്തം, അതാണ് അതിന്റെ അധികാര സീമ. അതേപോലെ തന്നെ അതാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അതിന് സീമയില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് സീമയില്ല. അതാണ് ആനന്ദാംബുധി വർദ്ധനം പ്രതിപദം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് ഈ കലിയുഗത്തിലെ സർവവേദ സാരമായ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു മത അനുഷ്ഠാനവുമില്ല. ഇതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം. എല്ലാ വേദങ്ങളുടെയും സാരാംശം, അന്തസത്ത എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലാണ്. അപ്പം പണ്ടൊക്കെയുള്ള യുഗങ്ങളില്, സത്യയുഗത്തിലാവട്ടെ, ത്രേതായുഗത്തിലാവട്ടെ, ദ്വാപരയുഗത്തിലാവട്ടെ, അന്നൊക്കെ ഈ ഗുരുശിഷ്യ പരമ്പര എന്ന് വെച്ചാൽ വളരെ കർശനമായിട്ട് ആൾക്കാർ പിന്തുടർന്നുകൊണ്ടിരുന്നു. കാരണം അതിൽ കൂടി ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ നമുക്ക് ഗുരുശിഷ്യ ബന്ധം തീർച്ചയായിട്ടും അത് നിലനിർത്തിയേ പറ്റൂ. അപ്പം പക്ഷെ കലിയുഗത്തിൽ എന്ന് പറയുന്നത് ഈ എന്താണ്, ശ്രൗത പരമ്പര. ശ്രൗതം എന്ന് വെച്ചാൽ നമ്മൾ ശ്രോതാക്കളില്ല. അപ്പം കലിയുഗത്തില് ശ്രോതാക്കൾ വളരെ കുറവാണ്. കാരണം എന്താ, അവർക്കാർക്കും ഈ ഭൗതിക ഈ ആധ്യാത്മിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആധ്യാത്മിക പഠനത്തിലോ അല്ലെങ്കിൽ ആത്മീയ ആനന്ദത്തിലോ ഒന്നും വലിയ താല്പര്യമില്ല. കാരണം അവര് ഈ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ സന്തുഷ്ടരാകാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. അപ്പൊ മായാവാദ ഫിലോസഫി തന്നെ അവരെന്താ ചിന്തിക്കുന്നത്, അവർക്ക് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മായയാണ്. അപ്പം ഈ ഭൗതിക ലോകത്ത് വന്നു നമ്മൾ കുറച്ച് ജ്ഞാനമൊക്കെ പരമസത്യത്തെ കുറിച്ച് നേടുക, പിന്നെ അതുപോലെ ഇതുപോലെ വേദാന്തങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് തർക്കിക്കുക, അതിനെക്കുറിച്ച് എന്താ പറയാ അതിർവരമ്പില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ അതിന്റെ എന്താ പറയാ, ഈ കലിയുഗത്തിന്റെ ധർമ്മം, യഥാർത്ഥത്തിൽ കലിയുഗത്തിന്റെ ധർമ്മം എന്താണെന്ന് പോലും ഒരു മനസ്സിലാക്കാതെയാണ്. വേദങ്ങളൊക്കെ വേണം, അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. കലിയുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കുറെ സന്യാസിമാര് അവരുടെ ജീവിതം അവരതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് അവർക്ക് അതാവാം. പക്ഷെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളിലാണ്. കാരണം എന്ന് വെച്ചാൽ അവർ അറിവില്ലാത്തവരാണ്, ബദ്ധജീവാത്മാക്കളാണ്. അവർക്ക് അറിയില്ല എന്താണ് പരമമായ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് അവർക്കറിയില്ല, സാധാരണ ജനങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഭഗവാൻ ചെയ്തത്? ഭഗവാന് വളരെ ലളിതമായ രീതിയിൽ വേദങ്ങളും ഉപനിഷത്തുകളും അല്ലെങ്കിൽ ജ്ഞാനയോഗവും ധ്യാനയോഗവും ഒന്നും സാധാരണ ജനങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളല്ല. അവർ വളരെ തിരക്കേറിയ ജീവിതമാണ്, വളരെ ഷോർട്ട് ലൈഫാണ്. പ്രായണ അല്പായുസ സഭ്യ, വളരെ ഷോർട്ട് ലൈഫാണ് ഇന്നത്തെ കലിയുഗത്തിലെ ആൾക്കാർ. അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ആ കലിയുഗത്തിലെ ഓരോ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്യുകയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തനായിട്ട്. ഭഗവാൻ സ്വയം നോക്കിക്കേ, ഭഗവാന്റെ മഹിമകളെ എല്ലാം ഭഗവാൻ മാറ്റിവെച്ചിട്ടാണ് ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് ഭഗവാൻ ഈ മനുഷ്യരുടെ ഇടയിൽ കപട മനുഷ്യനെ പോലെ ഭഗവാൻ എന്താണ് ഒരു ഭക്തന്റെ രൂപത്തിൽ വന്ന് വളരെ വിനയത്തോടു കൂടി ഭഗവാന്റെ തിരുനാമം ജപിച്ച് അത് മറ്റുള്ളവരെ കാട്ടിക്കൊടുത്ത് പരിപൂർണത നേടാൻ ശ്രമിക്കുന്നതാണ്.
അപ്പൊ എങ്ങനെ പരിപൂർണത നേടാം? കലിയുഗത്തിലെ വളരെ ബുദ്ധിമുട്ടാണ് പരിപൂർണത നേടുക എന്ന് പറയുന്നത്. ജ്ഞാനയോഗം കൊണ്ടോ ധ്യാനയോഗം കൊണ്ടോ ഒന്നും. കാരണം മനുഷ്യന്റെ മനസ്സ് നിറയെ എന്താ പറയാ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും പേറി നടക്കുകയാണ് എല്ലാവരും. പലവിധ ചിന്താഗതിയും പലവിധ എന്താ മനോഭാവങ്ങളുമായിട്ട് നടക്കുകയാണ്. പക്ഷെ ഹരിനാമം അത്ര പ്യൂരിറ്റി ഉള്ളതുകൊണ്ട്, ശുദ്ധ സത്വമായതുകൊണ്ട്, അപ്പൊ കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇതൊന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹവും കൂടെ അല്ലെങ്കിൽ ഗുരുവിന്റെയും കൂടെ കൃപാസിദ്ധിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും വേഗം ഈ കലിയുഗത്തോട് നമുക്ക് ബൈ പറയാം. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അപ്പം ഗുരുശിഷ്യ പരമ്പരയിലൂടെ ആത്മീയ ജ്ഞാനം സ്വീകരിക്കണം, അതൊരു തത്വമാണ്. അപ്പൊ ആ പ്രാധാന്യമൊന്നും ഇന്നത്തെ ജനങ്ങൾക്ക് ഇല്ല, അവർക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം അവരവരുടെ ചിന്താശക്തിക്ക് അതീതമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയാണ് ശാസ്ത്രീയമായ നേട്ടത്തിലൂടെയും. മനസ്സിലായോ? ഇപ്പം വളരെ ശാസ്ത്രീയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ആധുനിക ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കൂടിയൊക്കെ കുറെ നേട്ടങ്ങളൊക്കെ അവര് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ അതിനകത്തെങ്ങും ഭഗവാന്റെ നാമത്തിനോ അല്ലെങ്കിൽ ഭഗവാന്റെ ആരാധനയ്ക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും അവർ കൽപ്പിക്കുന്നില്ല. കാരണം ആത്മീയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവർക്ക് വളരെ വിദൂരത്താണ്. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ ഈ ആത്മീയ ശാസ്ത്രം യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നേടിയെടുക്കണമെന്നുള്ള ചിന്ത അവർക്കില്ല. അതെല്ലാം എന്ന് പറയുന്നത് കാരണം തർക്ക സ്വഭാവമാണ്. വിശേഷിച്ച് ഈ പറഞ്ഞ മായാവാദി സിദ്ധാന്തികൾ എന്ന് പറഞ്ഞ അവർക്ക് തർക്ക സ്വഭാവമാണ്. എല്ലാത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് തർക്കിക്കുക, അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഈശ്വരനെ പരമസത്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം, എല്ലാ ഊഹാപോഹങ്ങളിലൂടെ അവര് കണ്ടെത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ കൃഷ്ണൻ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരുനാമം എന്താണ്, അതല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഈശ്വരന് അപ്പൊ ഇവർക്കും ആക്ച്വലി അവർക്ക് ഭഗവാന് രൂപമില്ലെന്നുള്ള ഒരു സിദ്ധാന്തക്കാരാണ് അല്ലെ. അവര് നിരാകാര ബ്രഹ്മത്തെ ആരാധിക്കുന്നവരാണ്. ആരാധന എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ അവർ പറഞ്ഞതുപോലെ ജ്ഞാനയോഗത്തിൽ കൂടി അവര് ഭഗവാൻ എന്തെങ്കിലും നാരായണനാണ്, സ്വയം ഞാൻ ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഞാൻ പരബ്രഹ്മമാണ്, അങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ ഗുരുശിഷ്യ പരമ്പര എന്താണെന്നോ അല്ലെങ്കിൽ അതിൽ കൂടി അതിന് ഭഗവാന്റെ സമീപത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞെന്താ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കാൻ പറ്റും. അത് തീർച്ചയായും അത് ഭഗവാൻ തന്നെ പറയുന്നതാണ്. മ്യൂട്ട് ചെയ്ത് വെക്കുവോ? ഹരേ കൃഷ്ണ. അപ്പം ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന് തുല്യമാണ്, യാതൊരു വ്യത്യാസവുമില്ല ഭഗവാനും ഭഗവാന്റെ തിരുനാമവുമായിട്ട്. അപ്പൊ അത് അതീന്ദ്രിയ സ്പന്ദന രൂപത്തിലുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഒരു അതീന്ദ്രിയ സ്പന്ദനമാണ്. വിശേഷിച്ച് ഭഗവാൻ തന്നെ സ്വയം വന്നിട്ട് അദ്ദേഹത്തിന്റെ തിരുനാമം ഭഗവാൻ തന്നെ ജപിക്കുകയാണ് അല്ലെ. അപ്പൊ എത്രമാത്രം പരിശുദ്ധവും മാധുര്യവുമായിരിക്കും അന്നത്തെ ആ ഭഗവാന്റെ ജപം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിരുനാമം എന്ന് പറയുന്ന ഭൗതിക സ്പന്ദനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവൻ നമ്മൾ ജപിക്കുന്ന പോലെയല്ല, ഭൗതികമായിട്ട് വേറെ ഏതെങ്കിലും സൗണ്ട് കേൾക്കുന്നത് പോലെയല്ല ഹരേ കൃഷ്ണ മഹാമന്ത്രം തിരുനാമ ജപം എന്ന് പറയുന്നത്. അത് അതീന്ദ്രിയ സ്പന്ദനമാണ്, അത് അതീന്ദ്രിയമായ തലത്തിലാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നരോത്തമദാസ് ഠാക്കൂർ, അദ്ദേഹം ഒരു വൈഷ്ണവനാണ്, അദ്ദേഹം ഒരു കവിയായിരുന്നു, അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായിരുന്നു നരോത്തമദാസ് ഠാക്കൂർ. അദ്ദേഹം പറയുന്നത് എന്താണ്, ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തൻ. അപ്പം ഈ ഗോലോകത്തിൽ നിന്ന് വന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിന്റെ ഈ സ്പന്ദനം, അതായത് ഈ ശബ്ദ ബ്രഹ്മ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് അല്ലെ. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഔഷധി, ഇതൊരു ഔഷധിയാണ്, ഞാനിത് ആത്മീയ ലോകത്തു നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാവരും സ്വീകരിക്കണം. കാരണം എന്തുവാണ്? ഭവരോഗത്തെ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭവരോഗത്തെ, സാധാരണ ഇന്നത്തെ ബദ്ധ ജീവാത്മാക്കളുടെ ഭവരോഗത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. രോഗശമനത്തിന് വേണ്ടിയുള്ള ഒരു മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ആത്മീയ ലോകത്തു നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. നോക്കിയേ, അപ്പൊ എത്രമാത്രം
മഹിമയുള്ളതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതാണ് ആചാര്യന്മാര് പാടുന്നത്. ഗോലോകേര പ്രേമധാന ഹരിനാമ സങ്കീർത്തനം. അപ്പൊ അതുകൊണ്ട് ഗവേഷണ ജ്ഞാനത്തിന്റെ ഭൗതികമായ പരീക്ഷണങ്ങളിലൊന്നും ഈ ആസക്തരായിട്ടുള്ള ഭൗതികവാദികളായ ആൾക്കാർക്ക് തിരുനാമ ജപത്തിലെ വിശ്വാസം വരത്തില്ല. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിത്യാനന്ദ പ്രഭു അദ്ദേഹം ഒരു ഹരിനാമ ത്തിന്റെ ഒരു മാർക്കറ്റ് തുടങ്ങി, നാമഹട്ട. അദ്ദേഹം നവദ്വീപില്. അപ്പൊ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ എല്ലാ ആൾക്കാരും പോകുമ്പോഴ എന്താണ് ചെല്ലുന്ന അതിന് വേണ്ട പ്രൈസ് എല്ലാവർക്കും കൊടുക്കും ഹരിനാമം. പക്ഷെ അതിനൊരു പ്രൈസ് ഉണ്ട്. എന്താണ്? വിശ്വാസം. ഹരിനാമത്തിലുള്ള വിശ്വാസം. അപ്പൊ ഈ സാധാരണ ഭൗതികവാദികൾക്ക് ഇതിലെങ്ങും വിശ്വാസം അർപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവര് ജപിക്കുന്നില്ല. അതായത് പണ്ട് ഒരിക്കൽ ശ്രീല പ്രഭുപാദിനോട് എല്ലാവരും അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും പ്രഭുപാദിനെ കണ്ടിട്ട് വന്ന് നമസ്കരിച്ചു. അപ്പൊ നമസ്കരിച്ചപ്പോഴാ എല്ലാവരും ഒബേസൻസ് പ്രണമിച്ച സമയത്ത് ഇദ്ദേഹം പിന്നെ ശ്രീല പ്രഭുപാദിനോട് പറഞ്ഞു, ശ്രീല പ്രഭുപാദ, എനിക്ക് ഇങ്ങനെ പ്രണമിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എപ്പോഴാണോ എനിക്കത് ഫീൽ ചെയ്യുന്നത് അന്നേരം ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്. അപ്പൊ ശ്രീല പ്രഭുപാദ പറഞ്ഞ്, ആദ്യം വന്ന് നമസ്കരിക്കൂ, അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്ന് പറയുന്നത് പോലെ അവരവര് ജപിച്ചാൽ മാത്രമേ നമുക്കൊരു ടേസ്റ്റ്, ഇപ്പൊ എന്ത് സാധനമായാലും നമ്മൾ ടേസ്റ്റ് ചെയ്താലേ അതിന്റെ ടേസ്റ്റ് നമുക്കറിയാം. ആദ്യം രുചിച്ച് നോക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പറയുന്നത്. അതേപോലെ ഹരിനാമം ജപിക്കുമ്പോഴാ നമ്മൾ ജപിച്ച് നോക്കിയാൽ മാത്രമേ അതിന്റെ മഹാത്മ്യം അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാരോടും പറയും ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ എന്താ പറയാ, ഈ മാധുര്യമേറിയതാണ്, നല്ലതാണ്, നമുക്ക് ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ടെൻഷൻ കുറഞ്ഞു കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും നമ്മൾ സാധാരണ ആദ്യമായിട്ടൊക്കെ ജപിക്കാൻ വരുന്നവരോട് ഈ ഹരിനാമത്തിന്റെ ഇത്രയും ഉന്നതമായ കാര്യങ്ങൾ പറയില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ആയതുകൊണ്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രമാത്രം എന്താ പറയാ, ഹരിനാമം എന്ന് പറയുന്നത് അത്രമാത്രം എന്താ പറയാ, എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശമാണ്. എല്ലാ വേദശാസ്ത്രങ്ങളും നമ്മളിപ്പോ ചേൺ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ പറയുമ്പോൾ പറയാറുണ്ട്, എല്ലാ വേദസാരങ്ങളെയും കൂടെ മഥനം ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രീമാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. അതുപോലെ എല്ലാ സാഹിത്യങ്ങളെയും അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങളെയും കൂടെ അന്തസത്ത ആണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ സ്ഥൂലമായ കാര്യങ്ങളാണ് കാണുന്നത്, ഭൗതിക ലോകത്ത് സ്ഥൂലമായ കാര്യങ്ങൾ. അപ്പൊ സ്ഥൂലമായതും സൂക്ഷ്മമായതുമായ എല്ലാ ഭൗതികാവസ്ഥകളിൽ നിന്നും മോചനം കിട്ടാനുള്ള, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാകും, മനസ്സ് ഒരുപാട് ഡൗൺ ആകും, ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാകും. കാരണം ഇന്നത്തെ കലിയുഗം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തമാണ്. ഭൗതികമായിട്ട് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാകുന്നു, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമേ ഉള്ളൂ. അപ്പം ഈ സാധാരണ നമ്മൾ വൈകുണ്ഠ ലോകത്തെ എന്താണ് പറയുന്നത്? ഉത്കണ്ഠകളില്ലാത്ത, അതായത് കുണ്ഠിതങ്ങളില്ലാത്ത ലോകമെന്നാണ് വിളിക്കുന്നത്. ഭൗതിക ലോകത്തെന്ന് വെച്ചാൽ ഉത്കണ്ഠ മാത്രമേ ഉള്ളൂ, അല്ലെ? ദുഃഖാലയമാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖാലയമാണ്, ഇത് അശാശ്വതമാണ്. അപ്പൊ അതുകൊണ്ട് നാമം ജപിക്കുക, എല്ലാവരും കലിയുഗത്തില് നാമം ജപിക്കുക. പൂന്താനം പറഞ്ഞിട്ടുണ്ട്, എന്താ, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുക. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹമാണ് നാമജപം എന്ന് പറയുന്നത്. ഗുരുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എന്ത് യോഗ്യത, സത്യം പറഞ്ഞാൽ നമുക്ക് യോഗ്യതയൊന്നുമില്ല നാമം ജപിക്കാൻ. ഇന്നത്തെ കലിയുഗത്തിൽ ആൾക്കാർക്ക് നാമം ജപിക്കാനുള്ള യോഗ്യതയുള്ളവരല്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന്റെ അനുയായികളുടെ അനുഗ്രഹം, അതുപോലെ ജഗദ്ഗുരുവായ ശ്രീല പ്രഭുപാദിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ അനുഗ്രഹം ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് നാമം ജപിക്കുന്നത്, അല്ലേ? നമുക്ക് യാതൊരു കാരണം എന്ന് വെച്ചാൽ നാമം ജപിക്കുക എന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പിന്നീട് അതിന് വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിൽ കൂടുതൽ എന്താ പറയാ, എല്ലാവിധ ഇന്റലക്ച്വലും അതിനകത്ത് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ എല്ലാ അവബോധവും നമ്മൾ നിക്ഷേപിക്കണം നാമം ജപിക്കുന്ന സമയത്ത്.
അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് നാംനാമകാരി ബഹുധാ നിജ സർവശക്തി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തിരുനാമത്തിൽ അങ്ങയുടെ എല്ലാ ശക്തികളെയും അങ്ങ് ആവാഹിച്ചിട്ടുണ്ട്, എല്ലാ ശക്തികളെയും ആവാഹിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷേ ആ തിരുനാമത്തോ അതുപോലെ അങ്ങ് എല്ലാ ശക്തികളെയും ആവാഹിച്ചിരിക്കുന്നത് കൊണ്ട് ഈ തിരുനാമം ജപിച്ച് വളരെ ഈസി ആയിട്ട്, വളരെ നിഷ്പ്രയാസം എനിക്ക് ഭഗവത് സാമ്രാജ്യം പ്രാപിക്കാൻ പറ്റും. പക്ഷെ പറ്റുന്നില്ല. നമ്മൾ ഓരോരുത്തരുടെയും മനോഭാവമാണ്. പറ്റുന്നില്ല, എല്ലാവർക്കും പറ്റുന്നില്ല. നാമജപത്തോട് അനുരാഗം തോന്നില്ല. ജനിന അനുരാഗ, എനിക്ക് ജനിക്കുന്നതേ ഇല്ല അനുരാഗം. എൻ്റെ ഹൃദയത്തിൽ ആ നാമത്തിനോടുള്ള അനുരാഗം ജനിക്കുന്നതേ ഇല്ല. പിന്നെ നമ്മള് സാധന ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോഴാ ഗുരുക്കന്മാർ നമ്മളോട് പറയും ഡെയിലി 16 ഇല്ല കുട്ടികളോട് പറയുന്ന പോലെ എല്ലാ ദിവസവും പറയാണ്, എല്ലാ ദിവസവും പറയുന്നുണ്ട്. ദിവസവും രാവിലെ വെളുപ്പിനെ 16 മാല ജപിക്കണം. 16 മാല. പണ്ടൊക്കെ ആചാര്യന്മാര് 64 റൗണ്ട് ജപിക്കുമായിരുന്നു, പിന്നെ അത് 32 ആക്കി. ശ്രീല പ്രഭുപാദ് നമ്മളോടുള്ള അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് ഒക്കെ നിങ്ങൾ 16 മാലയെങ്കിലും ജപിക്കൂ. ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കൂ. എന്തുകൊണ്ടാണ്? അങ്ങനെ ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അത്രമാത്രം അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭഗവാന്റെ തിരുനാമം. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ ആനന്ദാംഭുതി വർദ്ധനം. ഇതിന് ഓരോ നിമിഷം കഴിയും തോറും ഇതിന് ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഇത് അതീന്ദ്രിയ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ ഹരിനാമം അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സാധാരണ ആൾക്കാർക്ക്, അതായത് മനസ്സിന് മാലിന്യം ബാധിച്ചവർക്ക് ഇതിന്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ദുഷ്കരമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര സ്പന്ദനമാണ് ഭൗതിക, കാരണം ഇതിന് ഭൗതിക മാലിന്യങ്ങൾ തീണ്ടാത്തതാണ്, അതീന്ദ്രിയ സ്പന്ദനമാണ്. അതുകൊണ്ടാണ് സാധാരണ ഭൗതികവാദികൾക്ക് ഈ ഹരിനാമത്തിന്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇവൻ അതിന്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കാതെ പോലും നാമം ജപിക്കാൻ തുടങ്ങുന്ന ഒരു ആളിന് അതിന്റെ പരിശുദ്ധി കൊണ്ട്, നാമജപത്തിന്റെ പരിശുദ്ധി കൊണ്ട് സ്വയം ശുദ്ധീകരിക്കാൻ പറ്റും. സ്വയം ഭഗവാൻ നമുക്ക് റിവീൽ ചെയ്തു തരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ബദ്ധജീവാത്മാക്കൾക്ക് ഉദ്ധരിക്കാൻ വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഇതിനെ സർവമന്ത്രസാരം എന്ന് പറയുന്നത്. എല്ലാ വേദമന്ത്രങ്ങളുടെയും സാരാംശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മള് പറയുമല്ലോ, അതായത് ഭഗവാന്റെ നാമം, ഭഗവാന്റെ കീർത്തി, ഭഗവാൻ സ്വയം, ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം ഇപ്പൊ നമ്മള് ഭഗവാന്റെ നാമ ഗുണ രൂപ ലീല പിന്നെ സാമഗ്രികൾ, ഇത് തമ്മിൽ ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യശുദ്ധോ അഭിന്നത്വം നാമനാമിന എന്ന് പറയുന്നത്. അതായത് ഭഗവാനും ഭഗവാന്റെ നാമവും രൂപവും ലീലകളും, ഇപ്പൊ ഭഗവാന്റെ ലീലകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ രൂപം കാണുമ്പം അതും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെയും അവിടുത്തെ തിരുനാമത്തെയും വേർതിരിച്ച് കാണരുത്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തിരുനാമവും. ഇപ്പൊ മായാവാദികളെ സംബന്ധിച്ചിടത്തോളം അതാണ് നാമി എന്നാണ് പറയുന്നത്. അത് ഉടമസ്ഥൻ എന്ന് പറയുന്ന നാമി. അപ്പൊ നാമിയും അതുപോലെ നാമവും തമ്മില, കാരണം ഒന്ന് ഭഗവാൻ കൃഷ്ണൻ, ഒന്ന് നാമം. അപ്പൊ ഈ നാമത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? കൃഷ്ണനാണ്. അതിനാണ് നാമി എന്ന് പറയുന്നത്. അപ്പൊ നാമവും നാമിയും തമ്മിൽ, അതുപോലെ കീർത്തിയും കീർത്തിമാനും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പരമതത്വത്തിന്റെ ഗുണങ്ങൾ, ലീലകൾ, ഇതെല്ലാം ഒന്നും വ്യത്യാസമില്ലാത്തതാണ്. അതിനെ ഒന്നും വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഭഗവാനാണ് എല്ലാം, സ്വയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മായാവാദികൾ എന്ന് പറയുന്ന അവര് ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരൊക്കെയാണ്. എല്ലാം ഒന്നാണ്, ഞാനും നീയും എല്ലാം ഒന്നാണ്, ഞാനും നാരായണൻ, നീയും നാരായണൻ, എല്ലാം ദൈവവും ഭഗവാൻ എന്ന് പറഞ്ഞ നാരായണൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. അവരത് ഏകത്വത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ദ്വൈതമില്ല, അദ്വൈതവാദികൾ എന്ന് പറയുന്ന അതാണ്. അപ്പം അതാണ്. പക്ഷെ തിരുനാമത്തെയും ഭഗവാനെയും അവര് വേർതിരിച്ച് കാണുന്നു. കാരണം ഇപ്പം ദൈവത്തിന് എന്ന് പറയുന്ന അവര്, ഭഗവാൻ എന്ന് പറയുന്ന എന്താണ്? അവരുടെ മനസ്സിൽ ഭഗവാൻ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപവോ ഒന്നും അവരുടെ മനസ്സിലില്ല. എന്താണ്? ബ്രഹ്മം, പരമസത്യം അല്ലെങ്കിൽ പരബ്രഹ്മം,
അല്ലെങ്കിൽ നിരപേക്ഷ സത്യം, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മം, ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ അതുകൊണ്ട് അവർക്ക് ഈ നാമത്തെയോ അല്ലെങ്കിൽ ഭഗവാനെയോ വേർതിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ട്, ഈ നാമ അപരാധം അവര് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ ബ്രഹ്മജ്ഞാന പദവിയിൽ നിന്നും അവര് നിലം പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ മായാവാദികൾ അവര് കഠിനമായ തപശ്ചര്യകളൊക്കെ ചെയ്യും. ബ്രഹ്മജ്ഞാനത്തിന്റെ ഉന്നതാവസ്ഥയിലേക്ക് അവര് ഉയർത്തപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അവര് അത്രയും ഈ ബ്രഹ്മത്തെ ആരാധന, അതായത് ബ്രഹ്മവാദികള്, അത് വാദികളെന്നാണ്. അപ്പൊ ബ്രഹ്മത്തിന് വേണ്ടി വാദിക്കുന്നവരെന്ന്. അപ്പൊ അവർക്ക് കൂടുതൽ ബ്രഹ്മജ്ഞാനം നേടാനും അതേപോലെ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരാനും കഴിയും. പക്ഷേ അവര് നിരപേക്ഷ സത്യം എന്ന ആ വ്യക്തിയെ കുറിച്ചുള്ള ജ്ഞാനം അവർക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് അധപ്പതിക്കാൻ, നിലം പതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ആരോഹ്യ കൃച്ഛ്രേണ പരംപദം തഥാ പദത്യന്തോ അനാദൃത യുഷ്മദം ക്രയഃ, അതാണ് പറയുന്നത്. അതായത് ചാന്ദ്യാഗോ ഉപനിഷത്തിൽ പറയുന്നതാണ്. അപ്പൊ എല്ലാം ബ്രഹ്മമാകുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാം ബ്രഹ്മമാണ്, അല്ലെ? അപ്പൊ നമ്മളെല്ലാം ബ്രഹ്മം, പരമസത്യം എന്ന് പറയുന്നത് പരബ്രഹ്മം, ആ രീതിയിലാണ് അവർ കാണുന്നത്. അപ്പം അവരങ്ങനെ പ്രഖ്യാപിക്കുന്നെങ്കിലും തിരുനാമവും ബ്രഹ്മമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇത്രയും വളരെ ഉദാത്തമായിട്ടുള്ള ഈ ഉദാഹരണങ്ങള് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് കൊടുത്തിട്ട് അദ്ദേഹം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നിത്യവും മഹാമന്ത്രം ജപിക്കണമെന്നൊക്കെയാണെങ്കിൽ ഈ തെറ്റിദ്ധാരണയിൽ നിന്നൊക്കെ അവർക്ക് മോചനം നേടാം, എല്ലാവർക്കും മോചനം നേടാം. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ജനങ്ങളാണ്. മായാവാദികളൊക്കെ അവര് വലിയ പണ്ഡിതന്മാരാണ്, വലിയ ഉന്നത ജ്ഞാനികളാണ്, യോഗികളാണെന്നൊക്കെ പറയാം. പക്ഷേ അവര് നാമം ജപിക്കാത്തത് കൊണ്ട് അവർക്ക് ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു സാധാരണ വ്യക്തിയായാലും, അതാണ് ശ്രീല പ്രഭുപാദ് പറയാറുള്ളത്, അതായത് ഒരു ചണ്ടാലന് പോലും ഹരിനാമം ജപിച്ച് അവന്റെ പരിശുദ്ധി നേടി അവനൊരു ജഗദ്ഗുരുവാകാം. എന്താണ് അങ്ങനെ പറയുന്നത്? കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എല്ലാവർക്കും അവന്റെ ആ സ്ഥൂല ശരീരത്തെ അല്ലത് ബാധിക്കുന്നത്, അവന്റെ സൂക്ഷ്മ ശരീരം, മനസ്സിനെ കൂടുതൽ കൂടുതൽ ത്രാണനം ചെയ്തിട്ട് ഉന്നതമായ ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഉയരുകയാണ് ഒരു ഭക്തൻ. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ കുറിച്ച് പൂർണ്ണമായ അറിവ് നേടാൻ സഹായിക്കും, ഭഗവാൻ സ്വയം സഹായിക്കും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ദദാമി ബുദ്ധിയോഗം, അല്ലെങ്കിൽ വ്യവസായാത്മിക ബുദ്ധി. ഭഗവത് സേവനം ചെയ്യുന്നവരെല്ലാം വ്യവസായാത്മിക ബുദ്ധിയുള്ളവരാണ്. അവർക്ക് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാനോ കൂടുതൽ തത്വങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹരിനാമം ജപിച്ച് അവരുടെ മനസ്സ് ശുദ്ധീകൃതമാകുമ്പോൾ ഭഗവാൻ സ്വയം അവരുടെ ഹൃദയത്തിൽ വെളിവാക്കി കൊടുക്കും. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. മൂഢന്മാരുടെ മനസ്സിലോ ഭഗവാൻ യോഗമായ എന്ന കർട്ടൻ കൊണ്ട് മറഞ്ഞിരിക്കും. അതാണ് വ്യത്യാസം. അതായത് ഭക്തന്മാർക്ക് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുമ്പോൾ മൂഢന്മാർക്ക് ഭഗവാൻ ഒളിഞ്ഞിരിക്കും. യോഗമായ എന്ന ആ കർട്ടൻ കൊണ്ട് മറഞ്ഞിരിക്കും ഭഗവാൻ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഈ എല്ലാവിധ തെറ്റിദ്ധാരണകളും മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിരന്തരമായി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അങ്ങനെ നമ്മൾ തിരുനാമത്തെ പൂർണ്ണമായും ശരണം പ്രാപിക്കണം. ഭഗവാൻ വ്യക്തിയാണ്, ഭഗവാന്റെ തിരുനാമവും വ്യക്തി തന്നെയാണ്. അതായത് കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ, അല്ലെ? അതായത് കലിയുഗത്തില് ഹരിനാമം രൂപത്തിൽ തന്നെയാണ് ഭഗവാന്റെ അവതാരം. കലിയുഗത്തിലെ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് നാമരൂപത്തിലാണ്. കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ. കാരണം എന്താണ്? അവിടെ അത് സ്വയം ഭഗവാൻ തന്നെയാണ്. അതാണ് നാമചിന്താമണി കൃഷ്ണ. ഭഗവാൻ ചിന്താമണിയാണ്. ചിന്താമണി എന്ന് വെച്ചാൽ എന്താ? ടച്ച് സ്റ്റോൺ. ആ നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ. എല്ലാ ചൈതന്യത്തിന്റെയും എല്ലാ രസത്തിന്റെയും സർവരസസാർ,
എല്ലാ ചൈതന്യത്തിന്റെയും രസമാണ് ഭഗവാൻ, ചൈതന്യ രസ വിഗ്രഹ. പിന്നെന്താണ്? പൂർണ്ണ ശുദ്ധോ, അതായത് അതീന്ദ്രിയമായ ആത്മീയ അനുഗ്രഹങ്ങളാണ് ഈ ഒരു നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ സ്വയം ഭഗവാനാണ്. നാമം എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. എല്ലാ സന്തോഷത്തിന്റെയും ഉറവിടമാണ്, സ്രോതസ്സാണ് ഹരിനാമം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സമ്പൂർണമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അതാ നിധി ശോഷടകം നാംന, ഈ 16 അക്ഷരമാല എന്ന് പറയുന്ന ഇത് കലികൽമഷനാശനം, അതായത് ഇതിന്റെ കലിയുടെ കൽമഷങ്ങളെ എല്ലാം ഇത് സംഹരിച്ചിട്ട് സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ പരിപൂർണതയിലേക്ക് എത്താൻ നമ്മളെ സാധാരണ ബദ്ധ ജീവാത്മാക്കളെ സഹായിക്കുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണനിൽ നിന്നും ഒട്ടും താഴെയല്ല മന്ത്രം, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും ഒട്ടും താഴെയല്ല മന്ത്രം. അവര് മനസ്സിലാക്കിയത് ബ്രഹ്മം, മായാവാദി ഫിലോസഫി എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയുക എന്നാണ്. അവരുടെ വേദാന്തങ്ങളിലൂടെ അവര് ബ്രഹ്മത്തെ അറിയുക. ആ ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് ഹരേ കൃഷ്ണ മന്ത്രം. അപ്പൊ അത് ഭഗവാനിൽ നിന്ന് ഒട്ടും താഴെയല്ല ഭഗവാന്റെ നാമം. ഒരു ഭൗതിക ഗുണങ്ങളാലും അത് മലിനപ്പെട്ട് ഇരിക്കുകയല്ല. ഈ ഭൗതികമായിട്ടുള്ള യാതൊരു ഗുണങ്ങളാലും മലിനപ്പെട്ടതല്ല ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുപോലെ തന്നെ ഒരു മായയുമായിട്ട് യാതൊരു ഇടപാടുമില്ല. ഇപ്പൊ ഭൗതിക ലോകം എന്ന് പറയുന്നത് കംപ്ലീറ്റ് എവിടെ നോക്കിയാലും മായയുടെ പ്രഭാവമാണ്, കലിയുടെ പ്രഭാവമാണ് എവിടെ നോക്കിയാലും. പക്ഷെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഹരിനാമത്തിനില്ല. അത് അത്രമാത്രം ശുദ്ധമാണ്. ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് വന്നെന്ന് വിചാരിച്ച് ഭഗവാനെ ഭൗതിക മാലിന്യങ്ങളൊന്നും തീണ്ടില്ല. ഭൗതിക നിയമങ്ങൾ അദ്ദേഹത്തിന് ബാധകമല്ല. അതേപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഭൗതികമായിട്ടുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളോ ഒന്നും ഈ നാമത്തെ ബാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ കൃഷ്ണനാമം എന്ന് പറയുന്നത് സദാമുക്തമാണ്, പൂർണ്ണ ശുദ്ധോ നിത്യമുക്തോ. എന്താണ്? അതായത് സദാമുക്തമാണ്, ആത്മീയമാണ്. ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ ഇത് മലിനീകൃതവുമല്ല. കാരണമെന്ന് പറയുന്നത് കൃഷ്ണന്റെ നാമവും കൃഷ്ണൻ സ്വയവും ഒന്ന് തന്നെയാണ്. നമ്മൾ അത് മനസ്സിലാക്കണം എപ്പോഴും. ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും എല്ലാം ഒന്ന് തന്നെയാണ്. ശ്ലോകം 75. ഏതാബേലി ഏക ശ്ലോകേ ശിഖായിലമോരെ കണ്ഠേ കരി ഏ ശ്ലോക കരിഹ വിചാരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശക്തിയെ വിവരിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും കണ്ഠത്തിൽ സൂക്ഷിക്കുവാനായി എൻ്റെ ആത്മീയ ഗുരു എന്നെ മറ്റൊരു ശ്ലോകം പഠിപ്പിച്ചു. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശക്തിയൊക്കെ എനിക്ക് വിവരിച്ചു തന്നു എൻ്റെ ഗുരു. നിനക്ക് വേദങ്ങളൊന്നും പഠിക്കാൻ അതിനുള്ള ശക്തിയോ അതിനുള്ള അറിവോ നിനക്കില്ല. അതുകൊണ്ട് ആരാ പറയുന്നത്? ഭഗവാൻ സ്വയം പറയാ, വേദേശ്ച സർവേ അഹമേവ വേദ്യോ. അതാണ് ഭഗവാൻ. ആ ആളാണ് ഈ പറയുന്നത്. എന്ത്? എൻ്റെ ഗുരു പറഞ്ഞ് എനിക്ക് വേദങ്ങളെ ഒന്നും മനസ്സിലാക്കാനുള്ള ശക്തിയോ അതിനുള്ള ബുദ്ധിയോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് നീ നാമം ജപിച്ചാൽ മതി. അപ്പം എന്നിട്ടാണ് ഈ ജപത്തിന്റെ ഒരുപാട് അതിന്റെ മഹിമകളെ കുറിച്ചൊക്കെ ശക്തിയെ കുറിച്ചൊക്കെ എനിക്ക് വിവരിച്ചു തന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ കണ്ഠത്തിൽ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് വേറൊരു മന്ത്രം കൂടെ എന്നോട് പറഞ്ഞു. ഏതാണ് ആ മന്ത്രം? ഹരേർനാമ ഹരേർനാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തൈവ നാസ്തേവ നാസ്തൈവ ഗതിരന്യഥ. 76-ാമത്തെ ശ്ലോകമാണ് ഇതിനകത്ത്. അപ്പം കലിയുഗത്തില് ഹരിയുടെ തിരുനാമ ജപമല്ലാതെ ഹരിയുടെ തിരുനാമ ജപമല്ലാതെ ആത്മീയ പുരോഗതിക്ക് മറ്റൊരു വഴിയുമില്ല. എത്ര മനോഹരമാണ് അല്ലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങള് ഇതെല്ലാം വളരെ ശുദ്ധമാണ്, അത്രമാത്രം പരിശുദ്ധമാണ് എല്ലാം. അതിനെക്കുറിച്ച്, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ കുറിച്ചുള്ള വിവരണങ്ങള്, വ്യാഖ്യാനങ്ങള്, അതിനെക്കുറിച്ചുള്ള മഹിമകള്, ഇതെല്ലാം വളരെ പരിശുദ്ധിയുള്ളതാണ്. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് എത്ര പ്രാവശ്യമാണ് പറയുന്നത് ഈ കലിയുഗത്തിൽ? ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലിയുഗത്തിൽ. കലൗ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ കലിയുഗത്തിൽ തീർച്ചയായും ഹരിയുടെ തിരുനാമം മാത്രം, അല്ലാതെ ആത്മീയഗതിക്ക് വീണ്ടും എന്താണ് 3 പ്രാവശ്യം ആവർത്തിക്കുന്ന, വീണ്ടും പറയുന്നത് എന്താണ്? മറ്റൊരു വഴിയുമില്ല. അപ്പം ശാസ്ത്രങ്ങൾ സത്യയുഗത്തിലെ
ധ്യാനം, ത്രേതായുഗത്തിൽ വിഷ്ണു പ്രീതിക്കായിട്ടുള്ള യജ്ഞങ്ങള്, അതുപോലെ ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധന ഒക്കെ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കലിയുഗത്തില് നമുക്കിത് വല്ലതും പറ്റുമോ? യജ്ഞങ്ങളോ അതുപോലെ എന്താ പറയാ ധ്യാനമോ? ഇപ്പോഴും ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രമാത്രം അത് വിജയിക്കും? എത്ര ആൾക്കാർക്ക് അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റും? വിഗ്രഹാരാധന ദ്വാപരയുഗത്തിലെ, ത്രേതായുഗത്തിലെ യജ്ഞങ്ങള്, എന്താ സത്യയുഗത്തിലെ ധ്യാനം, ഇതെല്ലാം ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അന്നത്തെയൊക്കെ ആൾക്കാർ അത്രമാത്രം സത്വഗുണത്തിലുള്ള ആൾക്കാരായിരുന്നു. അവർക്കൊക്കെ ഇതിനെയൊക്കെ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ കലിയുഗത്തിലോ തിരുനാമ ജപത്തിലൂടെ മാത്രമേ ആത്മീയ പുരോഗതി സ്വായത്തമാക്കാൻ പറ്റൂ. ഇതെല്ലാം വേദശാസ്ത്രങ്ങളിലൂടെ ഊന്നി പറയുന്നതാണ്. അപ്പൊ ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്. എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, കലേർ ദോഷ നിധേ രാജൻ അഷ്ടികി ഏകോ മഹാൻ ഗുണഃ. എന്താ? കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ദോഷങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ദോഷമാണ്. കലഹയുഗമാണ്, ഇരുമ്പ് യുഗമാണ് കലിയുഗം. അപ്പൊ ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും ഭൗതിക ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിദൈവിക ക്ലേശം, ആദിഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശം, ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇത് എവിടെ നോക്കിയാലും ദുഃഖങ്ങളാണ്, ക്ലേശങ്ങളാണ്, ദുരിതപൂർണമാണ് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഇത്രമാത്രം ക്ലേശകരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ബദ്ധാത്മാക്കൾക്ക് ഈ യുഗത്തിനൊരു ഗുണമുണ്ട്. അതാണ് പൂന്താനം പറയുന്നത്. എന്താണ്? യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ. ഇത്ര മനോഹരമായിട്ടാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. കലിയുഗത്തിൽ ഹരിനാമം അല്ലേ? ആദ്യം പറഞ്ഞു, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ എപ്പോഴും ജപിക്കണം, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കാൻ വേണ്ടി. പിന്നെ കലിയുഗത്തിൽ എവിടെ നോക്കിയാലും ദോഷങ്ങളാണ്. പക്ഷെ കലിയുഗത്തിന്റെ ഏറ്റവും വലിയ ഒരു നന്മ, ഏറ്റവും നല്ല ഒരു മഹിമ എന്ന് പറയുന്നത് എന്താണ്? വേറെ ഒന്നുമല്ല. അതാണ് ഇവിടെയും പറയുന്ന സെയിം കാര്യമാണ്. പരിശുദ്ധ മഹാരാജാവിനോട് ശുകദേവ ഗോസ്വാമി പറയുകയാണ്. അതായത് 12ാമത്തെ അധ്യായത്തിലാണ് സ്കന്ധത്തിൽ പറയുന്നതാണ്, 3ാമത്തെ അധ്യായത്തിലാ. അതായത് കലിയുഗം എന്ന് പറയുന്ന ഒരുപാട്, എവിടെ നോക്കിയാലും ദോഷം. മനുഷ്യർക്ക് പരസ്പരം കണ്ടുകൂടാ, പരസ്പരം പൊങ്ങച്ചം, പരസ്പരം കലഹം. ആ ഒരു യുഗത്തില് ജനങ്ങൾ ധാരാളം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യുഗത്തിനുള്ള ഒരു മഹത്തായ ഗുണം മറ്റു യുഗങ്ങളെ പോലെയുള്ള, മറ്റു യുഗങ്ങളിൽ ഒരുപാട് കാലം ഈ പറഞ്ഞിട്ടുള്ള വേദങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സ് അനുസരിക്കണം. എന്ത്? അതായത് നമ്മുടെ ധ്യാനം എത്രയോ വർഷങ്ങളാണ് ഓരോരുത്തർ, അവർക്കൊക്കെ ജീവിത ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എത്രയോ വർഷങ്ങൾ വേണമെങ്കിലും ഇരുന്ന് ധ്യാനത്തിൽ ഏർപ്പെടായിരുന്നു. അവർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. യജ്ഞങ്ങളിൽ ഏർപ്പെട്ട് ആൾക്കാർക്ക് എല്ലാവരും ആത്മസാക്ഷാത്കാരം നേടിയത് ത്രേതായുഗത്തില്. ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധന വളരെ വിപുലമായ രീതിയിൽ അവര് വിഗ്രഹാരാധന നടത്തി അവര് ആത്മസാക്ഷാത്കാരം നേടി. കലിയുഗത്തിലെ ആൾക്കാർക്ക് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ സ്വയം ഭൗതിക ലോകത്ത് വന്ന് നമ്മളെപ്പോലുള്ള ബദ്ധ ജീവാത്മാക്കളോടുള്ള അഹൈതുകമായിട്ടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അദ്ദേഹം വന്നപ്പോ ഔഷധിയും കൊണ്ടാണ് വന്നത് ആത്മീയ ലോകത്തുനിന്ന്, അല്ലേ? കൊണ്ടുവന്നിട്ട് എല്ലാവരും ജപിച്ചു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും വിതരണം ചെയ്തു. ഒരുപാട് ആൾക്കാർ എതിർത്തു ബ്രാഹ്മണരെ. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം മറ്റുള്ള സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ എന്താ? നിങ്ങൾ രാമ എന്ന് ജപിച്ചോളൂ, ഞങ്ങൾ കൃഷ്ണൻ എന്ന് ജപിച്ചോളാം. അദ്ദേഹം എല്ലാരെയും ഒരേപോലെ ചേർത്ത് നിർത്തി, അല്ലേ? ഇപ്പൊ തന്നെ മായാവാദികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവരോടും, കാരണം വെച്ചാൽ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതാണ്. അവർക്ക് ആരെയും വഴിതെറ്റി പോകാതെ, ഒരു പിതാവ് മക്കൾ എത്ര ഉണ്ടായാലും ഒരു മകൻ പോലും അല്ലെങ്കിൽ ഒരു മകള് പോലും വഴിതെറ്റി പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. എല്ലാവരെയും എന്റെ ചേർത്ത് നിർത്തണം, അവരെ എല്ലാം സൗഭാഗ്യവാന്മാരായിരിക്കണം എന്ന് ആഗ്രഹിക്കും പിതാക്കള്. അതേപോലെ ഭഗവാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഇപ്പൊ മായാവാദികളായിക്കോട്ടെ, ബ്രഹ്മവാദികളായിക്കോട്ടെ, ഭക്തരായി എല്ലാരോടും. അതാണല്ലോ അദ്ദേഹം പറയുന്നത്, എനിക്ക് ആരോടും പക്ഷാഭേദമൊന്നും ഇല്ല എന്ന്.
എനിക്ക് ആരോടും യാതൊരു പക്ഷാഭേദവും ഇല്ല. പക്ഷെ ആരാണോ എന്നെ നിരന്തരമായി ആരാധിക്കുകയും സ്നേഹിക്കുകയും എന്താ പൂജാതി കർമ്മങ്ങളൊക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ചെറിയൊരു പക്ഷാഭേദം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഭഗവാനെ മനസ്സിലാക്കണം. പക്ഷെ എന്നാലും ഭഗവാൻ അത് അങ്ങ് പറഞ്ഞെങ്കിലും കൃഷ്ണൻ സ്വയം കലിയുഗത്തിൽ വന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. മായാവാദികൾ എന്നല്ല, ആരെയും. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഭഗവാനെ അവര് നിന്ദിക്കുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പല രീതിയിൽ അവര് നിന്ദിക്കുന്നത് കേട്ടിട്ട് ഭക്തന്മാർക്ക് സഹിക്കാൻ പറ്റാതെ വന്ന് ദുഃഖത്തോടുകൂടി ഭഗവാനോട് പറയുമ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകളുണ്ട്. ഇവരെ എല്ലാരെയും എനിക്ക് എന്താക്കണം? ഭക്തന്മാരാക്കണം. അവർക്കെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമ പറഞ്ഞു കൊടുക്കണം. അവരെ എല്ലാം ഈ ഭൗതികമായിട്ടുള്ള ഈ ഒരു കെട്ടുപാടിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് അവരെ ഉയർത്തണം. ഭഗവാൻ ആരാണെന്ന് അവർ മനസ്സിലാക്കണം. ഹരിനാമം എന്താണെന്ന് അവർ മനസ്സിലാക്കണം. ഹരിനാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അവർ മനസ്സിലാക്കണം. അവർ ഓരോരുത്തരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഓരോരുത്തരെയും കൊണ്ട് ജപിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്വീറ്റ് വിൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് ഇവരെ എല്ലാരെയും മോചിപ്പിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകണം. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. നാരദ പഞ്ചരാത്രത്തിൽ ഇത് പറയുന്നുണ്ട്. എന്താണ്? 3 തരം വൈദികാനുഷ്ഠാനങ്ങൾ, അതായത് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനകാന്ഡം. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ അത് ഉൾപ്പെടെ പിന്നെ വൈദിക ജ്ഞാനം ആയിട്ടുള്ള ജ്ഞാനങ്ങള്, ഛന്തസ്സുകള്, എന്ന് വെച്ചാൽ വേദമന്ത്രങ്ങള്, ഇവയെല്ലാം ദേവപ്രീതിക്കുള്ള യജ്ഞങ്ങള്, ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ ഹരേ കൃഷ്ണ മന്ത്രം എന്ന ഹരേ കൃഷ്ണ എന്നുള്ള 8 വർണ്ണങ്ങളിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ചിലര് പറയും ഓം നമോ ഭഗവതി വാസുദേവായ അല്ലേ ചെല്ലണ്ടേ, അതല്ലേ മൂലമന്ത്രം. അല്ലെങ്കിൽ ഓം നമോ നാരായണായ അത് ചൊല്ലിയാ പോരായോ? അല്ലെങ്കിൽ ചിലർ ഓം മാത്രം പ്രണവമന്ത്രം മാത്രം ഉരുവിടുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭഗവാനെ അങ്ങയുടെ എല്ലാ ശക്തികളെയും ഇതിൽ ആവാഹിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നാംനാമകാരി ബഹുധ നിജ സർവശക്തി, എല്ലാ ശക്തികളെയും ആവാഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താ പറയാ, അപ്പൊ ഈ വേദമന്ത്രങ്ങളും വൈദികാനുഷ്ഠാനങ്ങളും വൈദിക ജ്ഞാനവും ഛന്തസ്സും എല്ലാം ഈ ഹരേ കൃഷ്ണ എന്ന 8 വർണ്ണങ്ങളിൽ, ഹരേ കൃഷ്ണ അതാണ് 8 വർണ്ണങ്ങൾ. ഈ 8 വർണ്ണങ്ങളിൽ എന്താണ്? സംഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് വേദാന്തത്തിന്റെ അന്തസത്ത. പരമമായിട്ടുള്ള ധർമ്മം, അതായത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട, ഇവരെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ധർമ്മമുണ്ട്. അപ്പൊ യുഗത്തിനുള്ള ധർമ്മം യുഗധർമ്മം, മനുഷ്യർക്ക് ചെയ്യേണ്ട ധർമ്മം മനുഷ്യധർമ്മം. എന്താണ് ആ മനുഷ്യധർമ്മം? ഭഗവാൻ അത് ഭാഗവതത്തിനകത്ത് വളരെ നല്ല രീതിയിൽ, അതായത് സഭൈ പുംസാ പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ, എന്താണ്? അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീത. ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം ഇത്. ഓരോരുത്തരും അവരവരുടെ ധർമ്മങ്ങൾ അന്വേഷിച്ചു പോയെങ്കിലും എല്ലാവർക്കും കൂട്ടായിട്ടുള്ള പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുത സേവനം. അതതിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. ബാക്കിയുള്ള സേവനങ്ങളെല്ലാം ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റ് സേവനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഏറ്റവും അടിസ്ഥാനപരമായത്. ഒരേ ഒരു മാർഗം, അതായത് അവിദ്യാസാഗരം. നമ്മൾ ഈ ഭൗതിക ലോകത്ത് എന്താ? അജ്ഞതയാണ് എല്ലാത്തിനെയും. പാപകർമ്മങ്ങൾ ചെയ്യും തോറും അജ്ഞത കൂടി വരും. ഹൃദയത്തിൽ ഇരുട്ട് നിറയും, അജ്ഞത നിറയും. അപ്പൊ ശരി ഏത് തെറ്റേത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ആൾക്കാരുടെ മനസ്സ് നിറയെ അന്ധകാരമാണ്. ഗുരുവാണ് ആ അന്ധകാരം മാറ്റിത്തരേണ്ടത്. ആ ഗുരുക്കന്മാര് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ മനസ്സിലെ, അതാണ് ഓം അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുർ ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്റെ ഹൃദയത്തിൽ മനസ്സിലിരുന്ന അജ്ഞത, അന്ധകാരം എല്ലാം മാറ്റി തന്നത് ആരാണ്? എൻ്റെ ഗുരുവാണ്. കാരണം എൻ്റെ മനസ്സ് നിറയെ അന്ധകാരമായിരുന്നു. എനിക്കറിയില്ല ശരിയേത്, എനിക്കറിയില്ല തെറ്റേത്, എനിക്കൊന്നും അറിയില്ല. എന്നെ അറിവിന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചം കാട്ടിത്തന്ന് എൻ്റെ അകക്കണ്ണുകൾ തുറപ്പിച്ചതാരാണ്? എൻ്റെ ഗുരുവാണ്. ആ ഗുരുവിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് വേദാന്തത്തിന്റെ അന്തസത്ത.
അപ്പം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് ഗുരുവിൽ നിന്നാണ് നമ്മൾ അത് കേൾക്കുന്നത്, അല്ലെ? ഗുരുവിൽ നിന്നാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ വേദത്തിന്റെയും അന്തസത്ത എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. നമ്മുടെ ഈ ഭവസാഗരം അല്ലെങ്കിൽ ഈ എന്താ പറയാ, അതായത് അവിദ്യാസാഗരം, അതാണ് അവിദ്യാസാഗരം കടക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം തന്നെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതായത് ഈ കലിയുഗത്തിന്റെ ഈ 32 വർണ്ണങ്ങൾ, 32 അക്ഷരം, 16 അക്ഷരമാല എന്ന് പറയും, 32 വർണ്ണങ്ങളിലുള്ള 16 നാമങ്ങൾ, 16 നാമങ്ങൾ മാത്രമാണ് കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ഇല്ലാതെ. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ദോഷങ്ങൾ നിറഞ്ഞാണ്, എവിടെ നോക്കിയാലും ദോഷങ്ങൾ. ആ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള, അതിന്റെ ദുഷ്ഫലങ്ങൾ ഇല്ലാതാക്കാനുള്ള, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത പാപത്തിന്റെയൊക്കെ ഫലങ്ങളെല്ലാം ഭസ്മീകരിച്ചു പോകാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. അപ്പൊ അവിദ്യാസാഗരം കടക്കാൻ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട്. അതായത് ഈ എന്താ കാട്ടുതീ വരുന്ന സമയത്ത് എന്താ പറയാ, അവിടുത്തെ മൃഗങ്ങൾ എല്ലാം ഭസ്മീകരിക്കും. മൃഗങ്ങൾ ചിലതൊക്കെ പറന്നു പോകും. ഈ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് ഈ ഇഴജന്തുക്കളെയാണ്. അപ്പൊ എന്ന് പറയാം, അതൊക്കെ ഒരുപാട് വിഷം ഉള്ള ആണ്, ഈ ജീവികളാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിഷം അത് ഭസ്മീകരിക്കാൻ എന്ത് വേണം? ഇപ്പൊ കാട്ടുതീ വരുമ്പോഴാ, ഇപ്പൊ തന്നെ കാട്ടുതീ തന്നെ ആരും കൊളുത്താതെയാണ് കാട്ടുതീ വരുന്നത്, അല്ലേ? കാട്ടുതീ ഉണ്ടാകുന്നത് എങ്ങനെയാ? അതിലെ പിന്നെ ഇത് മുളകൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നത്, കാട്ടുതീ. പക്ഷെ അതിനെ ആർക്കും അത് അണയ്ക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുരു ആണ് ആധ്യാത്മിക ലോകത്ത് നിന്ന് അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി വന്നിട്ട് ആണ് ഈ കാട്ടുതീ, അതായത് എന്താണ്, അനുഗ്രഹത്തിന്റെ വർഷം ചൊരിഞ്ഞിട്ടാണ് ഈ കാട്ടുതീ അണയ്ക്കുന്നത്. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നിറയെ ഈ ഭൗതികമായ അസ്തിത്വത്തിൽ നിന്ന് മോചനം നേടാനായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും ഭൗതികമായ അസ്തിത്വത്തിൽ നിന്ന് മോചനം നേടാൻ, കാട്ടുതീ പോലെ ജ്വലിക്കുന്ന ഈ അസ്തിത്വത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമായിട്ടുള്ള ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിന്റെ അവിദ്യാസാഗരം കടക്കാൻ പറ്റൂ എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ടാണ്. അപ്പം ഭഗവാനെ കലിയുഗത്തില് കേവലം തിരുനാമം ജപം വഴി മാത്രമേ ഭഗവാനെ ആരാധിക്കാൻ പറ്റുള്ളൂ, ഭഗവാനെ സന്തുഷ്ടനാക്കാൻ പറ്റൂ. മനസ്സിലായി? അതായത് ഭഗവാന് മറ്റുള്ള സേവനങ്ങളെക്കാട്ടിലൊക്കെ ഭഗവാൻ പറയുന്നില്ലേ, എവിടെയാണ് ഞാൻ യോഗികളുടെ മനസ്സിലല്ല, ഞാൻ വൈകുണ്ഠത്തിലല്ല, എവിടെയാണോ എൻ്റെ ഭക്തരിരുന്ന് തിരുനാമം ജപിക്കുന്നത് ഞാൻ അവരോടൊപ്പമാണ്. ആരാണ് എന്നെ കീർത്തിക്കുന്നത്? ഞാൻ അവരോടൊപ്പമാണ്. വില്വമംഗല ഠാക്കുറ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഭഗവാനെ സ്തുതിച്ച് പാടുമ്പോൾ, അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഇരുന്ന് കൃഷ്ണ കഥാമൃതം പാടുമ്പോഴാ ഭഗവാൻ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ വന്നിരുന്ന് അത് കേൾക്കുമായിരുന്നു, ആസ്വദിക്കുമായിരുന്നു, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ്? ഭഗവാൻ വൈകുണ്ഠത്തിലൊന്നും അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭക്ത മനസ്സിലാണ്. ഭക്ത മനസ്സില എന്താ ഭക്ത ജനപ്രിയ, ഞാൻ ഭക്തന്മാരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാൻ അവരുടെ മനസ്സിലാണ് കുടികൊള്ളുന്നത്, ഞാൻ സ്വതന്ത്രനല്ല. നാരദനോട് പറയുന്നുണ്ട്, അല്ലെ? അതായത് ഞാൻ യോഗികളുടെ മനസ്സിലല്ല, അതേപോലെ തന്നെ ഞാൻ വൈകുണ്ഠത്തിലോ അല്ല, എവിടെയാണോ എൻ്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് ഞാൻ അവരോടൊപ്പമാണ്. അപ്പം അതിനകത്ത് കുറെ ശ്ലോകങ്ങൾ കിടപ്പുണ്ട്. അതായത് ഭഗവാന്റെ തിരുനാമ ജപമാണ് എല്ലാ വേദമന്ത്രങ്ങളുടെയും സാരാംശമെന്ന് ജീവഗോസ്വാമി പറയുന്നുണ്ട്. ഓരോ മന്ത്രവും നമ ഓം എന്ന ഉപസർഗത്തിൽ തുടങ്ങി അന്തിമമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ നാമരൂപത്തിൽ സംബോധന ചെയ്യുന്നു. അപ്പം ആക്ച്വലി നാരദമുനിയൊക്കെ എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടാണ്, ഇല്ലയോ? അതായത് നാരദമുനി അദ്ദേഹത്തിന്റെ വീണയിൽ സദാസമയവും ഈ മന്ത്രം വീണ മീട്ടി അദ്ദേഹം പാടുകയാണ്, അദ്ദേഹം ആസ്വദിക്കുകയാണ്, അദ്ദേഹം എപ്പോഴും സന്തോഷവാനാണ്. അദ്ദേഹം ആരെയൊക്കെ കണ്ടുമുട്ടുന്നു അവരോടൊക്കെ ഭഗവാന്റെ തിരുനാമം പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ഉദ്ധരിക്കാൻ ശ്രമിക്കും. അതാണ് ഭക്തന്മാര്. ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലും വ്യത്യാസമില്ല. മനസ്സിലായോ? ഭഗവാന്റെ നേരിട്ടുള്ള പ്രതിനിധികളാണ് അവർ.
ഭഗവാൻ അവരെ ഭഗവാനായിട്ട് ഭൗതിക ലോകത്തിലോട്ട് എല്ലാ ശക്തികളും അതായത് എംപവർ ചെയ്തിട്ട്, അതായത് ശാക്തീകരിച്ചിട്ട്, ശാക്തീകരണം നൽകി അവരെ ഭൗതിക ലോകത്തിലേക്ക് അയക്കുന്നതാണ്. അപ്പൊ നമ്മള് ഭൗതിക ലോകത്ത് നമ്മൾക്ക് വേറെ ഒന്നിനെയും ആശ്രയിക്കാനില്ല, ഭഗവാന്റെ തിരുനാമത്തെ മാത്രം ആശ്രയിക്കുക. അപ്പൊ അതാണ് നമ്മളെ ആചാര്യന്മാര് പഠിപ്പിക്കുന്നത്. എത്രയോ എന്താ പറയാ, ഭൗതികതയുടെ കയങ്ങളിൽ കിടന്ന എത്രയോ ആൾക്കാരെ, ആത്മാക്കളെ കരം കൊടുത്ത് അവരെ ആ ചളിക്കുണ്ടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവർക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്ത് അവരെ ഉന്നതമായ ഉയരത്തിലേക്ക്, ഒരു ബ്രാഹ്മണരല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വെറും ശൂദ്രരായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരായിരിക്കാം, പക്ഷെ അവര് ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്ന്, ഇപ്പം മൃഗാരിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ എങ്ങനെയാണ് നാരദ മുനി അവരെയൊക്കെ രക്ഷിച്ചത്. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും സർവരക്ഷകനാണ്. നമ്മൾ പറയും സർവരക്ഷക ദേവാ നമോസ്തുതി. അപ്പൊ ആ സർവരക്ഷകനാണ്. അതേപോലെ ഹരിനാമം എന്ന് പറയുന്നത് അതും സർവരക്ഷകനാണ്. എല്ലാവരെയും എല്ലാ ഭൗതിക അസ്തിത്വങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരേ ഒരു ശക്തി ആ തിരുനാമത്തിനുണ്ട്. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ തിരുനാമം ജപിക്കുന്നതിന് നമ്മൾക്ക് ബാഹ്യമായിട്ടുള്ള ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോഴാ എല്ലാ ഫലങ്ങളും. കാരണം എന്ന് വെച്ചാൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ തിരുനാമം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് ആത്മീയമാണ്. അത് എപ്പോഴും അതീന്ദ്രിയമായ സ്ഥിതിയിലുള്ളതാണ്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തിരുനാമം. അത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന അതേ എന്താ പറയാ ഫലം ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. കാരണം ഭഗവാൻ ഈ നാമം ഇഷ്ടമായതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിനെക്കാട്ടിൽ, നേരിട്ട് ആരാധിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ എന്താ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. കാരണം എന്താണ്? നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയാണ്. പവിത്രമായ നാമം ജപിക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശുദ്ധിയോടുകൂടി ഭഗവാന്റെ തിരുനാമം നമുക്ക് ജപിക്കാൻ പറ്റും. അങ്ങനെയാണ് തിരുനാമ ജപത്തിൽ ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ ഈ തിരുനാമം മാത്രം ജപിച്ചാൽ മതിയല്ലോ, പിന്നെ എന്തിനാ ദീക്ഷയൊക്കെ സ്വീകരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ദീക്ഷ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ചില ആൾക്കാർ ചോദ്യം ചോദിക്കും. അപ്പൊ അങ്ങനെ തിരുനാമ ജപത്തില് പൂർണ്ണമായും വ്യാപൃതനായ ഒരാളിന് ദീക്ഷയുടെയും മറ്റൊന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഭക്തന്മാർക്ക് മുജ്ജന്മ മാലിന്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈ തോളത്തേറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അപ്പം ഈ മാലിന്യങ്ങൾ കൊണ്ട് വീണ്ടും ധാരാളം ഭൗതിക വാസനകൾക്ക് അധീനനാണ് നമ്മൾ. പക്ഷേ ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും നമുക്ക് അതിവേഗം മോചനം നേടാൻ ഇപ്പൊ നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പം 64 തരത്തിലുള്ള ഭക്തിയുത സേവനമുണ്ട്. അപ്പൊ അതില് 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഹരിനാമ ജപം, മൂർത്തി സേവ, വൈഷ്ണവ സേവ, ഭാഗവത റീഡിങ്, പിന്നെ അതേപോലെ തന്നെ മധുരാവാസം. ഈ 5 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് മൂർത്തി സേവ പറഞ്ഞിട്ടുണ്ട്. കാരണം വിഗ്രഹ ആരാധന അല്ലെങ്കിൽ മൂർത്തി സേവ എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മള് പിന്നെ അമ്പലങ്ങളിൽ പോയി ഭഗവാന്റെ മൂർത്തിയെ കണ്ട് അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോഴാ കുറച്ചുകൂടെ എഫക്ട്. ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിലായാലും വെളുപ്പിനെ എഴുന്നേറ്റ് ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിലോ ഇരുന്ന്, കാരണം അത് ഭഗവാൻ തന്നെയാണ്. കാരണം രൂപവും ഒന്ന് തന്നെയാണ്, ഭഗവാന്റെ തിരുനാമവും ഒന്ന് തന്നെയാണ്. അപ്പൊ അതേ ഫോക്കസ് ചെയ്ത് നമ്മൾ നാമം ജപിക്കുമ്പോഴാ, നമ്മളിപ്പം പിന്നെ വെളിയിൽ ഇറങ്ങി നടന്നുകൊണ്ട് നാമം ജപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവും, ഇല്ലേ? നമ്മൾ വെറുതെ വെളിയിൽ ഇറങ്ങി, ചിലര് നടക്കാൻ പോകുമ്പം അങ്ങനെ നാമജപം അങ്ങ് തീർക്കും. അതല്ല വേണ്ടത്. ചിലർ പറയുമോ ഞാൻ 5 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 4:30 എഴുന്നേറ്റ് ഞാൻ നടക്കാൻ പോകും, എൻ്റെ 16 മാല അങ്ങനെ അങ്ങ് തീരുമെന്ന്. അങ്ങനല്ല, അത് യഥാർത്ഥത്തിലുള്ള നാമജപമല്ല. നമ്മൾ നാമം ജപിക്കുമ്പം ഒരിടത്തിരുന്ന്, അതാണ് സിറ്റിംഗ് പോസ്റ്റർ, ഇരിക്കുന്ന ആ ഒരു നമ്മുടെ ആ പിന്നെ എന്താ പറയാ സ്ഥാനം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന, പിന്നെ അതുപോലെ നമ്മുടെ സ്ഫുടത, അത് 3 കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇരുന്ന് നാമം ജപിക്കുക. താഴെ ഇരുന്ന് നാമം ജപിക്കാൻ ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവര് നമ്മൾ അതൊക്കെ ചെയറിലിരുന്ന് നാമം ജപിക്കാം. പിന്നെ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്, ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, അല്ലേ? ഭഗവാനെ, കൃഷ്ണ, രാധാറാണി,
അതുപോലെ രാമ എന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണേ. നിരന്തരമായി നമ്മൾ യാചിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? യാചനയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സ്ഫുടത. ചിലര് നാമം ജപിക്കുമ്പോൾ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വളരെ സ്ഫുടതയോടുകൂടി ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഓരോ അക്ഷരവും. അതാണ് ഈ 16 അക്ഷരമാല. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ അപ്പം നമുക്ക് ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് അതിവേഗം മോചനം നേടാനായിട്ട് നമ്മൾ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരുന്ന്, ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി അവിടെ മുന്നിൽ ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് എന്തിനാ നാമം ജപിക്കുന്നത്? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനോട് സംസാരിക്കുകയാണ്, അല്ലേ? ഭഗവാനെ നേരിട്ട് കണ്ട് നമ്മൾ ഭഗവാനോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലയോ കൃഷ്ണ, അല്ലയോ രാമ, അല്ലയോ രാധാറാണി, എന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണം നിരന്തരമായി. കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാനാ മൈൻഡ് ഇങ്ങനെ പലയിടത്തും ഭൗതിക മാലിന്യങ്ങളോടും കൂടി നടക്കുന്നത് കൊണ്ട് ഈ മനസ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അനാവശ്യമായ ചിന്തകളൊക്കെ വരുന്നത് നാമം ജപിക്കുന്ന സമയത്ത്. എല്ലാവരുടെയും പരാതിയാണ്, എനിക്ക് നാമം ജപിക്കാൻ അങ്ങോട്ട് എടുക്കുന്ന ഉടനെ തന്നെ മനസ്സിലങ്ങ് പല പല ചിന്തകൾ വരികയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? കാരണം ഇതുവരെയും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നാമം ജപിക്കുമ്പോൾ ചിന്തിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നു, ഓവർ തിങ്കിങ് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് ആൾക്കാർ. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മുടെ ഭൗതിക മാലിന്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അതിനിപ്പോ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്ഷേത്രാരാധന ആവശ്യമാണ്. അപ്പം ജീവിതത്തിന്റെ മലിനീകരണം മൂലം ഉണ്ടാകുന്ന ഒരാളിന്റെ അക്ഷമാവസ്ഥ കുറയ്ക്കുവാൻ അർച്ചനാ വിഗ്രഹങ്ങളുടെ ആരാധന അത്യന്താപേക്ഷിതമാണ്. അതാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ചിലര് ചോദിക്കും, അപ്പം നമ്മള് പിന്നെ ഓരോ ജീവാത്മാക്കളും ഇന്ദ്രിയാസ്വാദനത്തെ ലക്ഷ്യമായിട്ടുള്ള ശാരീരിക അവബോധത്തിൽ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ശാരീരിക അവബോധമുണ്ട്. ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുന്നെങ്കിലും ഇന്ദ്രിയാസ്വാദനത്തെ നിയന്ത്രിക്കാൻ എന്താണ്? വിഗ്രഹാരാധന വേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വിഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ രാവിലെ നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു, ഭഗവാന് മംഗളാരതി ചെയ്യുന്നു, സന്ധ്യാരതി ചെയ്യുന്നു. അപ്പൊ നമ്മൾ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കുറച്ചുകൂടെ ഫോക്കസ് കൂടും. പക്ഷെ എപ്പോഴും നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ നാമം മനസ്സിൽ ജപിച്ചുകൊണ്ട് നടക്കുക. അല്ലാത്ത സമയം നമ്മളിപ്പം മംഗളാരതി ചെയ്യുന്നു, ഇപ്പൊ സന്ധ്യാരതി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാ കൂടുതൽ ആ ഫോക്കസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും കുറച്ച് കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അല്ലാതെ നാമം മാത്രം എന്തിന് പോരായോ? ഇത്രയും ശക്തിയുള്ള നാമമല്ലേ, അത് മാത്രം പോരായോ? പിന്നെ എന്തിനാ ദീക്ഷയുടെ ഒക്കെ കാര്യം എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ദീക്ഷ എടുത്താൽ മാത്രമേ വിഗ്രഹാരാധന ചെയ്യാൻ പറ്റൂ. മൂർത്തി സേവ ചെയ്യണമെങ്കിൽ ദീക്ഷ എടുക്കണം, ഗുരുവിന്റെ അനുഗ്രഹം വേണം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ പരമ്പരയിൽ നമ്മളെ ഒരു കണ്ണിയാക്കണം, അല്ലെങ്കിൽ നമ്മളെ പരമ്പരയോട് ബന്ധിക്കണം. ഇതിനൊക്കെ ദീക്ഷ ആവശ്യമാണ്. അപ്പൊ ചിലർ ഇങ്ങനെ ചോദിക്കും, ഹരിനാമം ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ ദീക്ഷയുടെ ആവശ്യം എന്താ എന്ന് ചോദ്യത്തിന്റെ മറുപടിയാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്. അപ്പം വിഗ്രഹാരാധനയിൽ ഏർപ്പെടണം. ഇപ്പൊ നാരദമുനി അതുകൊണ്ടാണ് പഞ്ചരാത്രിക വിധി നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. ഋഷീശ്വരന്മാരൊക്കെ അതിനകത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുക്താത്മാക്കൾക്ക് യഥാർത്ഥത്തിൽ തിരുനാമം ജപിക്കാൻ സാധിക്കുന്നെന്ന്. അപ്പം കൂടുതൽ മുക്താത്മാക്കൾക്കാണ്. ഇപ്പം നാരദമുനിയെ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ കൂടുതലും അവർക്കൊക്കെയാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ കൂടുതൽ എന്താ പറയാ സാധിക്കുന്നതെന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് അപ്പം ഒരുപാട് ശ്രീല പ്രഭുപാദ പറയുകയാണെങ്കിൽ ശിഷ്യന്മാരായി സ്വീകരിക്കേണ്ടി വരുന്നവരെല്ലാവരും തന്നെ ബദ്ധാത്മാക്കളാണ്, അല്ലെ? നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. ഇപ്പൊ ഈ കേൾക്കുന്നവരും അതുപോലെ തന്നെ പറയുന്നവരും അതുപോലെ പിന്നെ എന്തോ ഉന്നതരായ മുക്താത്മാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ബദ്ധാത്മാക്കൾ. അപ്പൊ 2 തരം ആൾക്കാരാവും, ഒന്ന് മുക്താത്മാവും ഒന്ന് ബദ്ധാത്മാക്കൾ. അപ്പൊ നമ്മളെല്ലാവരും ബദ്ധാത്മാക്കളാണ്. അപ്പം അപരാധങ്ങളില്ലാതെ യമനിയമങ്ങൾ പാലിച്ച് തിരുനാമം ജപിക്കേണ്ടതെന്ന് പിന്നെ വേദങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ശ്ലോകത്തില് നമ്മൾ ഈ പിന്നെ 10 അപരാധങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഹരിനാമം ജപിക്കാന്. അപ്പൊ അതൊക്കെ വളരെ നിഷ്കർഷയോടെ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പം മുജ്ജന്മത്തെ അധമ വാസനകൾ ഉണ്ട് നമുക്ക്. അപ്പൊ അവര് ചിലപ്പോൾ ഈ നിയമബന്ധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഗുരുക്കന്മാര് പറഞ്ഞു തരുന്നു. പക്ഷെ ചില ആൾക്കാര് എത്ര നാമം ജപിച്ചാലും പിന്നെ അതുപോലെ തന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ അസോസിയേഷൻ എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഭക്തന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തി. ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുന്ന എന്തിനു വേണ്ടിയാണ്? വിഗ്രഹത്തെ കാണുന്നതും അതുപോലെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഭക്തന്മാരുടെ അസോസിയേഷൻ, അവരിൽ നിന്ന് നമ്മൾ വൈദികമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഭാഗവതം ഭഗവത്ഗീതയൊക്കെ കേൾക്കുന്നു, പഠിക്കുന്നു.
പിന്നെ അതുപോലെ അവിടെ പോയി സേവകൾ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ അവബോധം ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ തിരുനാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞ പോലെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കും. അപ്പൊ ചഞ്ചലം എന്ന് പറയത്തില്ലേ, മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ നിരന്തരമായ പ്രാക്ടീസ് എല്ലാ ദിവസവും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അവരിൽ നിന്ന് കേൾക്കുക. ഇപ്പൊ ഈ പറഞ്ഞോട്ടെ ഗ്രൂപ്പൊക്കെ ഇത് ഇതുപോലെയൊക്കെയുള്ള ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ ഒഴിച്ച് കരമന സത്സംഗത്തിൽ നിന്ന് അതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയാ ഏറ്റവും മഹിമയുള്ള ഒരു കാര്യമാണ്. എത്രയോ ആൾക്കാർക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. എല്ലാ ദിവസവും ആ അത്രയും സമയം വന്നിരുന്ന ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ആ ഒരു അസോസിയേഷൻ കിട്ടുക, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഈ സത്സംഗങ്ങൾ വെക്കുന്നതും അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭാഗവതം ഭഗവത്ഗീത പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ എപ്പോഴും ഇങ്ങനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മുടെ ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കും, വൈകുന്നേരം ചൈതന്യ ചരിതാമൃതം കേട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ അവബോധത്തെയും കൂടുതൽ 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 ശുദ്ധീകരിക്കുകയും നമ്മൾ കൂടുതൽ മനസ്സിനെ എന്താ പറയാ ആ ഒരു കാര്യത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയും ചെയ്യും. അതാ ഏറ്റവും വലിയ ഒരു മഹിമ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സത്സംഗങ്ങളായാലും പിന്നെ അമ്പലങ്ങളായാലും വിഗ്രഹ ആരാധനയായാലും ഇതെല്ലാം ഇപ്പൊ ഹരിനാമത്തിനും മഹിമയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ള സേവകളോടൊക്കെ ചെയ്യുമ്പം ഹരിനാമം ജപിക്കാൻ കൂടുതൽ നമുക്ക് ശക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ഗുരുവിനോട് പറയുന്നത്, ഗുരുദേവ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് യാതൊരു ഇത് പിന്നെ എന്താ പറയാ യോഗ്യത വെച്ച് നോക്കിയാൽ എനിക്ക് ഒന്നുമില്ല, ഞാൻ അതിഹീനനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. പക്ഷെ എന്നാലും അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹരിനാമം ജപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു തുള്ളി കൃപ, അതാണ് ഗുരുദേവ് കൃപ ബിന്ദു ദിയ, ഒരു 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 മാത്രമെങ്കിലും എനിക്ക് ആ ഒരു എന്താ പറയാ കൃപ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്. നമ്മൾ ഗുരുവിനെയും മറ്റു ഭക്തന്മാരെയും ഒക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഭക്തിയും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അപ്പൊ എപ്പോഴും അതിന് അസോസിയേഷൻ വേണം, എപ്പോഴും ഹരിനാമം ജപിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ഭക്തന്മാരിൽ നിന്ന് കേൾക്കണം. അതുപോലെ തന്നെ നമ്മൾ അമ്പലങ്ങളിൽ പോകും, ഇപ്പൊ പറഞ്ഞ പോലെ വിഗ്രഹാരാധന ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നാമം ജപിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. അപ്പൊ അതൊക്കെയാണ്. ഇത് വളരെ നല്ല കുറെ ശ്ലോകങ്ങളാണ്. ചൈതന്യ മഹാപ്രഭു ഹരിനാമത്തിന്റെ മൂർത്തിഭാവമാണ് അല്ലേ? ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ഭഗവാൻ തിരുനാമം എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് ഹരിനാമത്തെ. ഇതൊക്കെ നമുക്ക് കേൾക്കാനും പഠിക്കാനും അതൊക്കെ ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും നമ്മുടെ ആചാര്യന്മാരുടെ ഒക്കെ അനുഗ്രഹമാണ്, വിശേഷ ശ്രീല പ്രഭുപാദിന്റെ അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പ് കരമന ഗ്രൂപ്പിന്റെ അനുഗ്രഹം, ഇതെല്ലാം എന്ന് പറയുന്നത് ഓരോ ഭക്തന്മാർക്കും ഓരോ അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ആനന്ദം വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ മാജി, താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെയും മറ്റന്നാളും നമ്മുടെ ഈവനിങ് ചൈതന്യ ചരിതാമൃതം ക്ലാസ് 6:30-ക്കായിരിക്കും നടക്കുക. കാരണം നമുക്ക് ഫ്രൈഡേയും സാറ്റർഡേയും ക്ലാസ് എടുക്കുന്ന അതിചന്ദ്ര പ്രഭുവും ദിവ്യശ്രീ മാജിയും ഭക്തി വേദാന്ത എക്സാമിന്റെ ക്ലാസ് ഉള്ളത് കൊണ്ട് 5 മണി അവർക്ക് കൺവീനിയന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് 6:30-ക്കാണ് കൺവീനിയന്റ്. അതുകൊണ്ട് നമുക്കിനി ഫ്രൈഡേയും സാറ്റർഡേയും 6:30 തൊട്ട് 7-7:15 വരെ ആയിരിക്കും ക്ലാസ്. എല്ലാവരും ദയവായി സഹകരിക്കുക. അല്ലാണ്ട് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. എല്ലാവരും ദയവായി ആ സമയത്ത് കയറാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു മാതാജി. മാതാജിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ എനർജി ഫീൽ ചെയ്യുന്നു മാതാജി. നിറഞ്ഞ സന്തോഷം മാതാജി. വളരെ നന്ദി. മാതാജിയുടെ ക്ലാസ് ആഴ്ചയ്ക്ക് ഒരിക്കൽ നിർബന്ധമായിട്ട് വേണം മാതാജി. നന്ദി മാതാജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ പ്രഭു തരുന്നു ആ ഒരു സർവീസ് തരുന്നതിന് ആദ്യം എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ള, കാരണം ഇങ്ങനെ ഒരു അവസരവും ഒരു സേവനവും തരാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നിയത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ. മാതാജിയുടെ ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതും അതുപോലെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട്
അടുത്ത തലമുറയ്ക്കും ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭാവിയിൽ കിട്ടും മാതാജി. വളരെ ഒരു നിധിയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് മാതാജിയുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യും. നന്ദി മാതാജി, വളരെ സന്തോഷം. എല്ലാവരുടെയും ക്ലാസ് വളരെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന അത് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നതാണ്. പറയുന്നവരെയും കേൾക്കുന്നവരെയും ഇതൊന്നും എല്ലാം ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹം മാത്രമാണ് പ്രഭു. നമ്മൾ ഒരു വാക്ക് പറയാൻ പോലും ഒന്നും ആർക്കുള്ള നമുക്ക് അവകാശവോ നേരത്തെ പറഞ്ഞ പോലെ തിരുനാമം ജപിക്കാനുള്ള അവകാശം ഒന്നും ഇല്ലാത്തവരാണ് നമ്മൾ. പിന്നെ നമുക്ക് ഈ കിട്ടുന്നത് എല്ലാം ഗുരു കൃപ കടാക്ഷം മാത്രം. ഹരേ കൃഷ്ണ പ്രഭു. തീർച്ചയായിട്ടും നന്ദി മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദഗൗരി വൈഷ്ണവ വൃന്ദ കീ ജയ. ജയ പ്രേമാനന്ദേ. ഹരി 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 ബോൾ. മാജി അപ്പൊ ഇന്ന് ഏതുവരെ വായിച്ച മാജി? 74, 75, 76 വരെ. 76. നാളെ 75 തൊട്ടല്ലേ മാജി? അതെ അതെ അതെ. ഓക്കെ മാജി, താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഓക്കെ.